നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മുടെ രാജ്യം എല്ലാ മേഖലയിലും കുതിപ്പ് തുടരുകയാണ്. ഇപ്പോൾ പ്രതിരോധ മേഖല തന്നെ നമുക്ക് എടുത്തു നോക്കിയാൽ ഓരോ തവണയും ഓരോ പദ്ധതികളും അല്ലെങ്കിൽ ശത്രുക്കളെ ഭസ്മമാക്കുന്ന തരത്തിലുള്ള പുതിയ ആയുധങ്ങളും മറ്റുമാണ് നമ്മൾ അവതരിപ്പിക്കുന്നതും കണ്ടുപിടിക്കുന്നതും. അയൽ രാജ്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഇന്ത്യ ആയുധങ്ങൾ വാങ്ങുന്ന കാലം കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നത്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരാറുണ്ട്. ഇപ്പോൾ അതിവേഗം കരുത്തുള്ള ആയുധങ്ങൾ നിർമ്മിക്കുകയാണ് ഇന്ത്യ. ഇപ്പോൾ പുതുതായി ഒരു തദ്ദേശീയ യുദ്ധവിമാനം തയ്യാറാക്കുകയാണ് ഇന്ത്യൻ ഗവേഷകർ. ചൈനയ്ക്ക് കനത്ത തിരിച്ചടി നൽകാൻ കഴിയുന്ന 5ാം തലമുറ യുദ്ധവിമാനമാണിത്. 2028ഓടെ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റിന്റെ ആദ്യ മാതൃക വികസിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിവരികയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റായി ഇത് മാറും. ഏകദേശം 27 ടണ്ണായിരിക്കും ഇതിന്റെ ഭാരം. വളരെ ഭാരമുള്ള ആയുധങ്ങൾ സ്വയം വഹിക്കാൻ ശേഷിയുള്ളതുമായിരിക്കും. 5ാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് AMCA തയ്യാറാക്കാൻ 15,000 കോടി രൂപയുടെ പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ക്യാബിനറ്റ് കമ്മിറ്റി കുറച്ചുനാൾ മുൻപ് ഗ്രീൻ സിഗ്നൽ നൽകിയിരുന്നു. അടുത്തിടെ ഇന്ത്യൻ എയർഫോഴ്സും DRDOയും തമ്മിൽ നടന്ന ചർച്ചയിൽ AMCയുടെ രൂപകൽപ്പന, വികസനം, പദ്ധതി എന്നിവ വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്തു. ഈ യുദ്ധവിമാനത്തിന് രഹസ്യമായ രീതിയിൽ മിസൈലുകൾ വഹിക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രത്യേകത. ശത്രുക്കൾക്ക് ഈ വിമാനത്തെ ട്രാക്ക് ചെയ്യാൻ സാധിക്കാത്ത വിധത്തിൽ പ്രത്യേക ഫീച്ചറുകളും ഈ വിമാനത്തിൽ ഉൾപ്പെടുത്തും. 2 ജനറൽ ഇലക്ട്രിക്, അതായത് 414 എഞ്ചിനുകൾ ഉണ്ടാകും. ഈ യുദ്ധവിമാനത്തിന്റെ 7 സ്ക്വാഡ്രണുകൾ ഒരുക്കാനാണ് ഇന്ത്യൻ വ്യോമസേന പദ്ധതിയിടുന്നത്. ഇന്ത്യ പ്രതിരോധ ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും കയറ്റുമതിയിൽ വൻ കുതിപ്പ് നടത്തുകയാണ്. അതിനിടയിലാണ് പുതിയ റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തുവരുന്നത്. ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം, അതായത് 2023 ഏപ്രിൽ മുതൽ 2024 മാർച്ച് വരെ $250 കോടി കയറ്റുമതിയാണ് ഇന്ത്യ പ്രതിരോധ മേഖലയിൽ നടത്തിയത്. മോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ വിജയം കൂടിയാണത്. ഏകദേശം 100ഓളം ഇന്ത്യൻ കമ്പനികൾ വിവിധ പ്രതിരോധ ആയുധങ്ങളും ഉപകരണങ്ങളും ഇപ്പോൾ കയറ്റുമതി ചെയ്യുന്നു. ഡോർണിയർ 228 എയർക്രാഫ്റ്റുകൾ, ആർട്ടിലറി ഗണ്ണുകൾ, ബ്രഹ്മോസ് സൂപ്പർ സോണിക് ക്രൂസ് മിസൈലുകൾ, പിനാക്കെ ബഹുദൂരദേശ റോക്കറ്റ് സംവിധാനങ്ങൾ, റഡാറുകൾ, സിമുലേറ്ററുകൾ, സായുധ വാഹനങ്ങൾ തുടങ്ങി ധാരാളം ആയുധങ്ങളും ഉപകരണങ്ങളും ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നു. 2021-22 സാമ്പത്തിക വർഷത്തിൽ $170 കോടി ആയിരുന്നു കയറ്റുമതിയെങ്കിൽ 2022-23 അത് $200 കോടി ആയി ഉയർന്നു. അതാണിപ്പോൾ 2023-24 $250 കോടി ആയി ഉയർന്നത്. പഴയ സോവിയറ്റ് റിപ്പബ്ലിക്കായ അർമേനിയയിലേക്കാണ് കൂടുതൽ ഉപകരണങ്ങളും ആയുധങ്ങളും കയറ്റുമതി ചെയ്യുന്നത്. ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇറക്കുമതി നടത്തുന്ന രാജ്യം ഇന്ത്യയാണ് എന്നത് വസ്തുത അവശേഷിക്കുന്നു. ഇതിൽ മാറ്റം വരുത്തുക എന്നതാണ് മോദിയുടെ ലക്ഷ്യം. ഇപ്പോഴും ലോകത്തിലെ ആകെ പ്രതിരോധ ആയുധ ഉപകരണങ്ങളുടെ ഇറക്കുമതിയുടെ 9.8% ഇന്ത്യയിലേക്കാണ്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു മാറ്റമാണ് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് ഉറപ്പാണ്. മാത്രമല്ല, ഇതെല്ലാം തന്നെ ശത്രുക്കൾക്കുള്ള ഒരു താക്കീത് കൂടിയാണ്.